ഭാഗവതം ക്ലാസ് 116. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 5-ലെ 23-ാമത്തെ അധ്യായമാണ്. ധ്രുവമണ്ഡല സ്ഥിതിയും ശിശുമാര ചക്രസ്വരൂപവും. അപ്പോൾ നമ്മൾ സൂര്യനും സൗരയൂഥ സിസ്റ്റം ധ്രുവനക്ഷത്രത്തിൻ്റെ ചുറ്റും ചുറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ ധ്രുവനക്ഷത്രത്തിൻ്റെ അതും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപഞ്ചഘടനയും പറയേണ്ട ആവശ്യമുണ്ട്. ആ പ്രപഞ്ചഘടന ധ്രുവനക്ഷത്രത്തിൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചഘടന, അതിന് ചുറ്റുമാണല്ലോ സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും എല്ലാം സഞ്ചരിക്കുന്നത്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞതിൽ നമ്മുടെ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ അപ്പുറത്ത് ഇതെല്ലാമായിട്ട് അതിൻ്റെ അപ്പുറത്ത് സപ്തർഷികളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പം ഈ സപ്തർഷി പദത്തിന് സൗരയൂഥത്തിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ പരിധിയിൽ വരുന്നതിന് അപ്പുറം, അതായത് ചുരുക്കി പറഞ്ഞാൽ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ പരിധിക്കപ്പുറം 13 യോജന ദൂരത്തിലാണ് വിഷ്ണുവിൻ്റെ സ്ഥലമുള്ളത്. അവിടെയാണ് ആരിയ്ക്കുന്നത്? ധ്രുവൻ ഇരിക്കുന്നത്. ധ്രുവൻ ആരുടെ? ഉത്താനപാദന്റെ പുത്രനായ ധ്രുവൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ആരുണ്ട്? അഗ്നിയും ഇന്ദ്രനും കശ്യപ പ്രജാപതിയും ധർമ്മദേവനും എല്ലായിട്ട് ഉപവിഷ്ടനായിരിക്കുകയാണ്. അദ്ദേഹം ശ്രീഹരിയെ സേവിച്ചുകൊണ്ട്, ശ്രീഹരിയുടെ ഭക്തനാണ്, സേവിച്ചുകൊണ്ടാണ് ധ്രുവ നക്ഷത്രം ഇരിക്കുന്നത്. അത്ര യോജന 13 ലക്ഷം യോജന അപ്പുറത്ത്. എൻ്റെ 2 പറയാണ്, ധ്രുവൻ എപ്പോഴും കണ്ണിമയനക്കാതെ അത്രയും ജാഗരൂകരായിട്ടാണ് ആ ധ്രുവൻ ഇരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ധ്രുവ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. അത് കണ്ണ് ചിമ്മില്ല, കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാഗ്രതയിൽ പ്രവർത്തിക്കുന്നവന് എല്ലാ ജ്യോതിർഗോളങ്ങളുടെയും കെടുകുട്ടി പോലെ ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ട് സർവകാലവും പ്രകാശിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളുടെയും കുറ്റി, ഇപ്പോൾ ഒരു പശുവിനെ ഒരു കുറ്റി കെട്ടിയിട്ടാണ് ആ പശു കറങ്ങുക. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും അതിന് ചുറ്റും ചുറ്റുകയാണ്. ഈ ധ്രുവ നക്ഷത്രത്തിന് ചുറ്റും സൂര്യനും, അതുപോലെ തന്നെ സൂര്യൻ്റെ ഉപഗ്രഹങ്ങളും സൗരയൂഥ സിസ്റ്റം ചുറ്റുന്നുണ്ട്. ഇതേപോലെ മറ്റുള്ള സൂര്യന്മാരും അതിൻ്റെ ചുറ്റുന്നുണ്ടാകാം. അതുകൊണ്ടാണ് എല്ലാ ജ്യോതിർഗോളങ്ങളുടെയും കെട്ടുകുറ്റി പോലെ എന്ന് പറയുന്നത്. അതായത് അതാണ് കേന്ദ്രമാക്കിക്കൊണ്ട്. അപ്പം നമ്മളെല്ലാം ആ കേന്ദ്രത്തിന് ചുറ്റുമായിട്ടാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അത് വടക്ക് ദശയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഇതിന് ചുറ്റും ഒരു ഗ്രഹം ചുറ്റുകയാണെങ്കിൽ, ഇത് വടക്കായി എടുക്കുകയാണെങ്കിൽ എപ്പോഴും അതിനെ എന്തായിട്ട് എടുക്കും? ഇത് ഇവിടെ നിന്നാലും വടക്ക്, ഏത് ദശയിൽ നിന്നാലും അതിനെ വടക്കായിട്ട് എടുത്തുകൊള്ളും. അതുകൊണ്ടാണ് ധ്രുവ നക്ഷത്രം അതിനെ മാറാതെ, അല്ലെങ്കിലും മാറിപ്പോകും. ഇപ്പൊ ഏതെങ്കിലും ഒന്നിനെ സ്റ്റഡിയായി നിർത്തിയിട്ട് ബാക്കിയെല്ലാം ചലിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി പറയാനെല്ലാം പറ്റുകയുള്ളൂ. അപ്രകാരം കുറ്റിയിൽ കെട്ടിയ 3 കാളകൾ സ്ഥാനം തെറ്റാതെ വട്ടത്തിൽ ചുറ്റുന്നുവോ അപ്രകാരം നക്ഷത്ര രാശികളും ഗ്രഹാദികളും ഈ കാലചക്രത്തിൽ ഉള്ളിലും പുറത്തും യോജിക്കപ്പെട്ട് ധ്രുവ നക്ഷത്രത്തെ ആവർത്തനത്തോടെ കൽപ്പാന്തകാലം വരെ ചുറ്റിക്കറങ്ങുന്നു. അപ്പോൾ ആ ധ്രുവ നക്ഷത്രത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭൂമി സൂര്യനോടൊപ്പം കറങ്ങുന്നത്. അതുപോലെ മറ്റുള്ള നക്ഷത്രങ്ങളുമെല്ലാം രാശികൾ കറങ്ങുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. യഥാർത്ഥ രാശികളാണ് കറങ്ങുന്നതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റഡിയാണ് ഭൂമി, ബാക്കിയെല്ലാം കറങ്ങുന്നതായിട്ടുള്ള സങ്കല്പമാണ്. മേഘവും പരുന്തും പറവകളും ആകാശത്തിൽ വായുവിൻ്റെ നിയന്ത്രണത്തോടെ പാറി കറങ്ങുന്നത് പോലെ. ഇപ്പം മേഘവും പരുന്തുമുണ്ട്,
പക്ഷികളുമുണ്ട്. അത് കാറ്റുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവർ തമ്മിലുള്ള അകലം എന്താവില്ല, മാറില്ല. അതേപോലെ വീഴുമില്ല. കാറ്റാണ് അവധിയെ വലിച്ചു നീക്കി കൊണ്ടുപോകുന്നത്. നേരെ പറ്റി ഓരോന്നും സ്വന്തം ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ തോന്നുന്ന മാതിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. മൂന്നും മേഘവും പരുന്തും പറവുകളും ആകാശത്തിൽ കാറ്റ് കൊണ്ടുപോവുകയാണ്. കാറ്റ് കൊണ്ടുപോകുമ്പോൾ അതിനെ ഒന്നിച്ചാണ് എടുത്തു കൊണ്ടുപോകുന്നത്. അതുപോലെ ജ്യോതിർഗോളങ്ങളും താഴെ വീഴാതെ പ്രകൃതി പുരുഷ തത്വപ്രകാരം കർമ്മശക്തിയാൽ ഉളവാക്കപ്പെട്ട ലോകയാത്ര തുടരുന്നു. അപ്പോൾ ആ നക്ഷത്രങ്ങളും ഈ സൗരയൂഥവും മറ്റുള്ളതുമെല്ലാം ഈ ധ്രുവ നക്ഷത്രത്തെ കേന്ദ്രമാക്കിയിട്ട് കറങ്ങുന്നതായിട്ടാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ അനുഭവപ്പെടുന്നത്. ആ തരത്തിലാണ് ജ്യോതിഷം അതിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. ഇതിന്റെ 4 ശ്രീ വാസുദേവന്റെ യോഗാധ്യാന നിഷ്ഠയാൽ ഈ ജ്യോതിഷ് ചക്രത്തെ ശിശുമാരം എന്ന ജലജന്തുവിന്റെ സ്വരൂപമായി ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുകയാണ്. ഈ ചുറ്റുന്നത് എല്ലാം പ്രകൃതിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുമെങ്കിൽ എന്തെല്ലാം കാണണം? ഈ സൗരയൂഥ സിസ്റ്റം, ഭൂമി, സൂര്യനും അതിൻ്റെ ചുറ്റുമുള്ള 7 ഗ്രഹങ്ങളും, രാഹുകേതുവിനും എടുക്കാൻ വേണ്ടി കിടത്തോളൂ, അതും ഭൂമിയും ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രനും എല്ലാം കൂടിയിട്ട് രാശിചക്രത്തിലൂടെ ഈ ധ്രുവനെ ചുറ്റുന്നത് ഒന്നിച്ച് നമുക്ക് കാണുകയാണെങ്കിൽ അത് ഒരു ജലജന്തുവിൻ്റെ മാതിരിയാണ് അനുഭവപ്പെടുക. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെയെല്ലാം നോക്കിയിട്ട് അതിനെ, ആ നക്ഷത്രക്കൂട്ടങ്ങളെ ആട്, സിംഹം ഇങ്ങനെയെല്ലാം പേര് കൊടുത്തിട്ടാണ് പറയുക. അതുകൊണ്ടാണ് ലയൺ എന്ന് പറയുന്നത്. സിംഹരാശി, ലിയോ എന്ന് പറയും, ലിയോ എന്ന് പറയും. അപ്പോൾ ആ നക്ഷത്രങ്ങളെ കൂട്ടം ഒരു ലയന്റെ മാതിരിയാണ്, സിംഹത്തിന്റെ മാതിരിയാണ്. അതുകൊണ്ടാണ് ആ പേര് കൊടുത്തിരുന്നത്. ചിലത് ഞണ്ട് പോലെയാണ് നക്ഷത്രങ്ങളെ കൂട്ടം, അതുകൊണ്ട് നമ്മൾ ഞണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ ഒരു ജലജന്തുവിന്റെ രൂപം മാതിരിയാണ് ഉള്ളത് ഈ ഭൂമിയും സൂര്യനും മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം ഈ ധ്രുവ നക്ഷത്രത്തിന്റെ ചുറ്റും ചുറ്റുന്നത്. എന്നിട്ട് അതിനെ വിവരിക്കുകയാണ്. ആ ജലജന്തുവിന്റെ അഞ്ചില് തല കീഴോട്ടാക്കിക്കൊണ്ട് വലയാകൃതിയാൽ ഉടലോടുകൂടി കിടക്കുന്ന ശിശുമാരൻ്റെ വാലിൻ തലപ്പത്ത് ധ്രുവ നക്ഷത്രം കൽപ്പിതമായി. അപ്പൊ ആ ഒരു ജീവി തല കീഴായി കിടക്കുന്ന ഒരു ജീവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വലയാകൃതിയിൽ, ഒരു വല പോലെയാണ് ഉള്ളത്, ഒരു നെറ്റ് മാതിരിയാണ്. അപ്പം തലകീഴായി കിടക്കുന്ന ഒരു, നേരത്തെ പറഞ്ഞു ജലജന്തുവിന്റെ രൂപത്തില് വലയുടെ ആകൃതി, വല ഒരു നെറ്റുമാരിയുള്ള ഒരു സെറ്റപ്പാണ്. നേരെ തലകീഴായിട്ടാണ് കിടക്കുന്നത്. തലകീഴായിട്ടല്ല, അതിങ്ങനെ ചുറ്റുന്നുണ്ട്. പക്ഷെ തലകീഴായിട്ട് നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളതിന്റെ എല്ലാം പൊസിഷൻ ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു പൊസിഷനിൽ അതിനെ നിർത്തിയിട്ട് പറയാണ് ഇതിൻ്റെ ഇടത് വലത് എന്ന്. അത് നടന്നപ്പോൾ സഞ്ചരിക്കുന്നതായിട്ട് എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് തലകീഴായിട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാം എവിടെയാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ആ ശിശുമാരത്തിന്റെ വാലിന്റെ തലപ്പത്താണ് ആരുള്ളത്? വാലിന്റെ തലപ്പത്താണ് ധ്രുവ നക്ഷത്രം. അപ്പൊ അതിനൊരു വാലുമുണ്ട്. അത് എങ്ങനെയാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. ഇതാണ് ധ്രുവൻ. ധ്രുവന് ചുറ്റും സൗരയൂഥം കറങ്ങിയാണ്. ഇത് അതിന്റെ ഓർബിറ്റ്. എന്നിന്റെ അകത്ത് ഇതാണ് സൂര്യൻ. സൂര്യനാണ് കറങ്ങുന്നത് ഇതിന്റെ ചുറ്റും. സൂര്യന് ചുറ്റും എന്നുണ്ട് കുറേ ഓർബിറ്റില് ബുധൻ, ശുക്രൻ. ഇവിടെ ഭൂമിയുടെ ഓർബിറ്റ് മാത്രമേ ഞാൻ പറ്റിട്ടു. ഇതിൻ്റെ അകത്ത് വേറെയും വട്ടമുണ്ട്.
വാരയും വട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വട്ടയെല്ലാം വരക്കുമ്പോൾ ഒരുമാതിരി വലമാതിരിയാകും മാറും പടം. ബുധന് ഇവിടെ ബുധന്റെ വരയുണ്ട്. ശുക്രൻ, സൂര്യന് ചുറ്റും ബുധൻ ചുറ്റുന്നുണ്ട്. ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, ഇങ്ങനെ കുറെ വട്ടങ്ങളും വരക്കണം. അത് ഞാൻ വരച്ചില്ല നിങ്ങൾ ആ പടം ഒരുമാതിരിയായിപ്പോ. അപ്പം വലയാകൃതിയിലുള്ള ഭൂമിയുടെ മാത്രം ഓർബിറ്റേ വരച്ചിട്ടുള്ളൂ. ഓർബിറ്റ് അതില് ഭൂമിയുടെ കാണിച്ചിട്ടുണ്ട്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും കൂടെ ചുറ്റുന്നുണ്ട്. അപ്പം ഭൂമിയും ചന്ദ്രനും മാത്രമേ ചുറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ ബാക്കി ബുധനും ശുക്രനും എല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ ഒരു തല, ഉടല്, ഇത് ഈ ധ്രുവന് ചുറ്റും ചുറ്റുന്നതുകൊണ്ട് ഒരു വാലുമാര് സങ്കല്പിച്ചാല് ഇതൊരു ജീവി മാതിരിയാണുള്ളത്, ഒരു നെറ്റായിട്ടുള്ളത്. ഇവിടെ എല്ലാം നെറ്റാണ്, മറ്റുള്ള ഗ്രഹങ്ങളുടെ ഓർബിറ്റും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചുറ്റും പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ തലകീഴായി കിടക്കുന്ന ഒരു ജീവി ആയിട്ട്, ജീവിൻ്റെ തലേൻ്റെ കണ്ണു വേണ്ടിക്കൽ ഈ ചന്ദ്രനെ എടുക്കാം. ഇത് ഭൂമി, ഇതതിൻ്റെ ഓർബിറ്റ്. ആ ഓർബിറ്റിലൂടെയാണ് ഭൂമി ചുറ്റുന്നത്. ഭൂമി ഓർബിറ്റിലൂടെയാണ് ചുറ്റുന്നത്. എന്നിട്ട് ഈ സൂര്യൻ ഇതിനെല്ലാം ഭരിച്ചുകൊണ്ട് ഇതിലൂടെ പോവുകയാണ്. ഇത് കേന്ദ്രമായതുകൊണ്ട് വാല് വെച്ച് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നു, ധ്രുവന്റെ അടുത്ത് പിടിപ്പിച്ചിരിക്കുന്നു എന്ന നിലയിൽ പറയുകയാണ്. ഇതിൻ്റെ ചുറ്റുമാണ് ബാക്കിയുള്ള നക്ഷത്രങ്ങളെല്ലാം ഉള്ളത്. നക്ഷത്രങ്ങളെല്ലാം ദൂരമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ചുറ്റും വരുന്ന നക്ഷത്രങ്ങൾ. ഈ അടിസ്ഥാനത്തിൽ ഇനി ഓരോന്നും എവിടെയാണെന്ന് പറയുകയാണ്. അതിൻ്റെ വാലിൽ അങ്ങേ തണ്ടമേൽ പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മൻ എന്നിവർ കൽപ്പിച്ചിരിക്കുന്നു. ആ വാലിൻ്റെ അറ്റത്താണ്, അതായത് ആ ധ്രുവന്റെ ചുറ്റുവട്ടത്തായിട്ടാണ് ആരുള്ളത്? പ്രജാപതി, സൃഷ്ടികർത്താവിൻ്റെ. പ്രജാപതി എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ ആശ, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലുള്ള സയൻസിൻ്റെ വേദങ്ങളുടെ. അഗ്നിയുണ്ട്, ഊർജത്തിൻ്റെ സഹായത്താലാണ്. അവിടെയാണ് ഊർജം, ആ കേന്ദ്രം വെച്ചുകൊണ്ടാണ് ഇതിനെ ചുറ്റിപ്പിക്കുന്നത്, ചുറ്റാനുള്ള ഊർജം. ഇന്ദ്രൻ, പിന്നെ ഏത് കർമ്മത്തിൻ്റെ പിന്നിൽ ഇന്ദ്രൻ ഉണ്ടാവുക. പിന്നെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാലിൻ്റെ കടക്കലാണ് ദാതാവും പിതാവും എല്ലാം കിടക്കുന്നത്. അവിടെ തന്നെയാണ് ആ വാലിൻ്റെ കടക്കൽ. അരക്കെട്ടിൽ സപ്തർഷിമാരും. നേരത്തെ സപ്തർഷിമാർക്ക് അപ്പുറമാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അരക്കെട്ടിൻ്റെ അടുപ്പിച്ച് സപ്തർഷികളുമുണ്ട്. പിന്നെയോ വലത്തോട്ട് ചെരിഞ്ഞ് വലയാകൃതിയിൽ കിടക്കുന്ന അതിൻ്റെ വലത്തെ പാർശ്വത്തിൽ ഉത്തരായണത്തിലെ നക്ഷത്രങ്ങളും ഇടത്തു പാർശ്വത്തിൽ ദക്ഷിണായനത്തിലെ നക്ഷത്രങ്ങളുമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഉത്തരായണത്തിലെ നക്ഷത്രങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ ഉത്തരായണവും ദക്ഷിണായനവും, അതാണ് ഒരു വട്ടം. ഈ പറയുന്ന വട്ടം, അതിൻ്റെ ചുറ്റുമുള്ള അതിരുകളാണ് ഈ വട്ടം. ഇപ്പോൾ പകുതി ഉത്തരായണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ദക്ഷിണായനമായി വരും. ഈ ഉത്തരായണത്തിലാണ് ഉത്തരായണത്തിലെ നക്ഷത്രങ്ങൾ ഉള്ളത്, ഈ ദക്ഷിണായനത്തിലാണ് ദക്ഷിണായനത്തിലെ നക്ഷത്രങ്ങൾ ഉള്ളത്. അതതിൻ്റെ ബൗണ്ടറിയാണ്. ഇതിൻ്റെ ഇരുവശങ്ങളിലെയും വാരിയല്ലുകൾ തുല്യ സംഖ്യകളാണ്. അതായത് വാരിയല്ലുകൾ എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റുകൾ. രണ്ടു വശം ഒരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചുറ്റാൻ ഒരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുകൊണ്ട് അതേപോലെ ഓർബിറ്റ്, എങ്ങനെയല്ലേ വട്ടാവുള്ളൂ. അതിൻ്റെ പൃഷ്ഠഭാഗത്തെ അജവീഥി എന്നും ഉത്തരഭാഗത്തെ ആകാശഗംഗയെന്നും സങ്കല്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്തെ, പകുതിക്ക് ഒരു ഭാഗത്തെ അജവീഥി എന്നും പകുതിക്ക് മറുഭാഗത്തെ എന്തുണ്ട്, ആകാശവീഥിയായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി 6 പുണർത്തം പൂയ എല്ലാം വലതുവശത്താണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ തലകീഴായിട്ട് പിടിച്ചിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ കറങ്ങിപ്പോയാൽ വലതും തടുക്കൊന്നും പറയാം. അപ്പൊ ഇത് ഇടതാണെങ്കിൽ ഇതിൻ്റെ വലതുവശത്താണ് പുണർത്തം പൂയ എല്ലാം ഉള്ളത്. തിരുവാതിരയും ആയിനിയും വലത്തുനിന്ന് ഇടത്തോട്ടുമുള്ള പിൻകാലിൻ്റെ ഭാഗത്താണ്. അഭിജിത്ത് ഉത്രാടം വലത്, ഇടത്ത് നാസാദ്വാരത്തിനടുപ്പിച്ച്. ഇതിൻ്റെ നാസയിലുണ്ടല്ലോ,
ഇതിന്റെ നാസാദ്വാരം എന്നാണ് ഈ ജീവിയുടെ മൂക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് നാസാദ്വാരം. ജീവിയായിട്ടിരിക്കുമ്പോൾ ഇത് വാല്, ഇത് തല. ജീവിയുടെ നാസാദ്വാരത്തിൽ ഈ സ്ഥലത്തായിട്ട് വരുമാല് എന്ത് അഭിജിത്തും ഉത്രാടവും. തിരുവോണവും പൂരാടവും വലത്ത് ഉള്ള കണ്ണുകൾക്ക് സമീപമാണ്. അതിൻ്റെ കണ്ണിൻ്റെ സമീപമാണ് എന്തുള്ളത്? തിരുവോണവും പൂരാടവും. അവിട്ടവും മൂലവും കിഴക്ക്. മകവും അവിട്ടവും മൂലവും വലതും ഇടതുമുള്ള അതിൻ്റെ കാതിൻ്റെ ഭാഗത്താണുള്ളത്. മകം മുതൽ അനിഴം വരെയുള്ള 8 ദക്ഷിണായന നക്ഷത്രങ്ങൾ. മകം മുതൽ അനിഴം വരെയുള്ള 8 ദക്ഷിണായന നക്ഷത്രങ്ങൾ ഇടതേ വാരിയലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർബിറ്റായിട്ട് കാണാം. ഈ ഓർബിറ്റിൻ്റെ ഇടതുവശത്തും മകയിരം മുതലായ 8 നക്ഷത്രങ്ങൾ വലതേ വാരിയലിൻ്റെ, ഇതെല്ലാം വാരിയലായിട്ട് കൺസിഡർ ചെയ്താണ്. ഇതിൻ്റെ വാരിയൽ എന്ന് പറയുന്നത് ഇവിടെ കുറേ ഓർബിറ്റുകൾ ഉണ്ടല്ലോ. ഇതെല്ലാം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വാരിയല് മാറി. ഈ വാരിയൽ ഇടത്തെ വാരിയലിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത്, വലത്തെ വാരിയലിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് ഈ നക്ഷത്രങ്ങൾ എന്നെല്ലാം പറയുകയാണ്. മകം മുതൽ അനിഴം വരെയുള്ള 8 നക്ഷത്രങ്ങൾ ഇടത്തെ വാരിയലിൻ്റെ വശത്തും മകയിരം മുതൽ 8 നക്ഷത്രങ്ങൾ വലത്തെ വാരിയലിൻ്റെ വശത്തും ചതയം തൃക്കേട്ടക എന്ന് വലതേയും ഇടത്തെയും തോളിൻ്റെ വശത്തുമെല്ലാമാണ് ഉള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഓരോന്നിനെയല്ല എവിടെയാ ഉള്ളതെന്ന് പറയുകയാണ്. അപ്പൊ നക്ഷത്രങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി സൗരയൂഥത്തില് ഇതില് മറ്റുള്ള ഓർബിറ്റില് ബുധൻ ശുക്രൻ എല്ലാം ഉണ്ടാവുമല്ലോ. ഇനിയെല്ലാം ഇങ്ങനെ ചുറ്റുന്നുണ്ടല്ലോ. ഇനി അതിനെപ്പറ്റി പറയണം. ബുധനും ശുക്രനും എവിടെയാ? ബുധനും ശുക്രനും എല്ലാം കൂടിയിട്ടാണല്ലോ അതിനെ ചുറ്റുന്നത്. അപ്പൊ ഈ ജീവിയുടെ ഏത് ഭാഗത്താണെന്ന് പറയുകയാണ്. അഗസ്റ്റ്യൻ മേൽത്താടിയിലും യമൻ കീഴ്ത്താടിയിലും ചൊവ്വ മുഖത്തും ശനി ഗുദത്തിലും വ്യാഴൻ പൂഞ്ഞയിലും ആദിത്യൻ വക്ഷസ്സിലും നാരായണൻ ഹൃദയത്തിലും ചന്ദ്രൻ മനസ്സിലും ശുക്രൻ നാഭിയിലും അശ്വനി കുമാരന്മാർ സ്തനങ്ങളിലും ബുധൻ പ്രാണ അപാന വായുവിലും രാഹു കണ്ഠത്തിലും കേതു സമസ്ത അവയവങ്ങളിലും മറ്റ് നക്ഷത്രങ്ങളിലെ രോമങ്ങളിലും എല്ലായിട്ട് ആ ജീവിൻ്റെ ആ ഭാഗത്തെല്ലായിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുകയാണ്. ആ ജീവിയിലാണല്ലോ ആ സൂര്യനും നവഗ്രഹങ്ങൾ എന്ന് പറയാം. ശനി കഴിഞ്ഞാൽ നമ്മളെ നവഗ്രഹങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എല്ലാം പറയും. കിടക്കട്ടെ, അതുമല്ല. അപ്പൊ ഇതെല്ലാം കൂടിയതാണ് ഒരു ജീവിയായിട്ട് ചിത്രീകരിച്ചത്. ഇതേപോലെയുള്ള ജീവിയായിട്ട് ചിത്രീകരിച്ച് ഇതെന്ന് പറഞ്ഞാൽ കുറേ വരും. ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ബുധൻ, ശുക്രൻ, ഇത് ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ ഒരു ഓർബിറ്റ്, ഇങ്ങനെ വരും. ഇതെല്ലാം വാരിയല്ലുകൾ ഈ ജീവിൻ്റെ വാരിയല്ല് മാതിരിയായിട്ട് ചിത്രീകരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിലെല്ലാം ഈ ശരീരത്തിന്റെ ഓരോ ഭാഗത്തായിരിക്കുമല്ലോ ഈ ജീവിൻ്റെ. ഇതൊരു ജീവിയാണ്. ഈ ജീവിയുടെ ഓരോ കണ്ണിൻ്റെയും മൂക്കിൻ്റെ എല്ലാം ഭാഗത്തായിരിക്കുമല്ലോ ശനിയും ബുധനും എല്ലാം നിൽക്കുന്നത്. ആ ഗ്രഹങ്ങൾ അത് വെച്ച് പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി. ഒരു മനസ്സിലാൻ വേണ്ടി ഏകദേശം ഒരു മൃഗത്തിന്റെ രൂപം വെച്ചങ്ങ് കാച്ചിയാണ്. എന്നിട്ട് എട്ടില് പറയുകയാണ് ഈ മഹാവിഷ്ണുവിൻ്റെ
ഇതൊരു വിഷ്ണുവിന്റെ രൂപമായിട്ടാണ് ഇതിനെ ചിന്തിക്കുന്നത്. കാരണം വിരാട രൂപം എന്നെല്ലാം പറഞ്ഞിട്ട് പ്രപഞ്ചം മുഴുവൻ ഒരു വിരാട രൂപമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. അതുപോലെ ഇവിടെ ഇപ്പം വരച്ച പടത്തിൻ്റെ രൂപം ഈ ഒരു പ്രത്യേക ജീവിയുടെ രൂപത്തിൽ വിവരിച്ചിട്ട് ആ ജീവി എന്ത് തന്നെയാണ്, വിഷ്ണു തന്നെയാണ് ആ രൂപമായിട്ട് മാറിയിരിക്കുന്നത്. ആ മഹാവിഷ്ണുവിൻ്റെ സമസ്ത ദേവതകളും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന സാധനങ്ങളെല്ലാം ദേവതകൾ എന്ന് പറയാം. ബ്രഹ്മത്തിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം ദേവതകളാണ്. അതിൻ്റെ അകത്തുള്ള സൂര്യനായാലും ചന്ദ്രനായാലും ചെവിയായാലും കണ്ണായാലും മൂക്കായാലും എല്ലാം ദേവതകൾ ആണ്. അപ്പം സമസ്ത ദേവാത്മകമായ അല്ലെങ്കിൽ ദേവതകളായ അത്ഭുത രൂപത്തെ, അങ്ങനെയുള്ള ഈ അത്ഭുത രൂപത്തെ അപ്പോൾ അവരൊരു പടരൂപത്തിൽ അതിനെ വിവരിച്ചു തന്നിട്ടുണ്ട്. സൂര്യനും നവഗ്രഹങ്ങളും എല്ലാം ഈ ധ്രുവ നക്ഷത്രത്തിൻ്റെ ചുറ്റും എങ്ങനെയാണ് ചുറ്റുന്നത് എന്ന് ആ രൂപം ഏകദേശം ഒരു വിചിത്ര ജീവിയുടെ രൂപത്തിൽ വരച്ച് പ്രകടിപ്പിക്കും. നമ്മളിപ്പോൾ ആ അശ്വതി മേടരാശിയെ ആടിൻ്റെ തലമാതിരിയെല്ലാം ചിത്രീകരിക്കുന്ന എന്താണ്, മേടരാശി തിരിച്ചറിയാൻ ആ സ്ഥലത്തുള്ള നക്ഷത്രങ്ങളെല്ലാം നോക്കിയാൽ ഒരു ആടിൻ്റെ തലമാരിയാണുള്ളത്. അതുകൊണ്ടാണ് മേടത്തിന് ആടിൻ്റെ തല എന്നെല്ലാം പറയുന്നത്. അതുപോലെ ഇതിന് ഒരു പ്രത്യേക ജീവിയായിട്ട് വാലുമ്മൽ ധ്രുവ നക്ഷത്രം പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന മാതിരി ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ ജീവിൻ്റെ രൂപം ഒരു പ്രത്യേക രൂപമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അത്ഭുത രൂപത്തെ ദിനംതോറും അധ്യയനം ചെയ്യുന്നവർ ഇത് ദിവസവും ഇരുന്ന് അധ്യയനം ചെയ്യണം, ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണെന്നാണ് ഈ പ്രപഞ്ചഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കും എങ്ങനെ ഇരുന്ന് ചിന്തിച്ചോളുക. അപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരും ആ സിസ്റ്റം എങ്ങനെയാണ്. കാരണം അല്ലാതെ അതിനെ നോക്കിക്കാണാനൊന്നും പറ്റില്ല. കാരണം ഇതിൻ്റെ ഏരിയ എത്രയാണ്. നമുക്ക് ഭൂമിയിൽ നിന്ന് സൂര്യനെ തന്നെ കാണാം, മറ്റുള്ള ഗ്രഹങ്ങളെ പോലും തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഇത് ധ്രുവന്റെ ചുറ്റും ഇത് ചുറ്റുക എന്നുള്ള ഒരു ചെറിയ സാധനമാണ്. അതിങ്ങനെ ചുറ്റിയാണ്. എത്ര ഏറിയല്ല അതിനെ മുഴുവൻ ഒന്നിച്ചൊന്നും നമുക്ക് കാണാനുള്ള ഒരു സൗകര്യം ഇല്ല. അതുകൊണ്ട് അവരൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു തന്നു, ഇതിനെ നിങ്ങൾ ദിനംതോറും ഇരുന്നിട്ട് ഇങ്ങനെ ഭാവനയിൽ കാണാൻ ശ്രമിക്കുക. ഇപ്പൊ എന്ത് വേണം, ദിനംതോറും വൈകുന്നേര സന്ധ്യാസമയത്താണ് മനസ്സിലെല്ലാം ശാന്തമായിരിക്കുക. ഈ പറഞ്ഞ രൂപത്തെ ദിവസവും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ തന്നെ ചിന്തിച്ച് എന്തായിരിക്കും ഈ രൂപം, എന്തായിരിക്കും രൂപമെന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ സന്ധ്യാസമയത്ത് അപ്പം എങ്ങനെയിരിക്കണം, മൗനിയായിട്ട്, ഒന്നും ആരോടും വർത്താനം പറയാതെ ഏകാഗ്രമായി ഒറ്റക്കിരുന്നു കൊണ്ട് സന്ധ്യാസമയത്ത് വേണം ഇതിനെ ചിന്തിച്ചുകൊണ്ട്. എന്നിട്ട് എന്താണ് ഉരുവിട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പറയേണ്ട ഇതാണ്, ജ്യോതിർഗോളങ്ങളുടെ എല്ലാം സമാഹാരമായി. അപ്പം ഈ ജ്യോതിർഗോളങ്ങളുടെ എല്ലാം ആ ഘടനയായി സമാഹാരമായി കാലചക്രാത്മകമായി, കാലത്തിൻ്റെ ചക്രം തിരിയുന്നത് ഇങ്ങനെയെല്ലാം. വെറും സൂര്യനും ഗോളങ്ങളും മാത്രമല്ല, ഭൂമി, ബുധൻ, ശുക്രൻ, സൂര്യനും അത് മാത്രമല്ല, ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പം കാലചക്രം അതെല്ലാം കൂടിയതാണ് കാലചക്രം. നമ്മളെ രാശിചക്രം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടിയതാണ്. കാലചക്രാത്മകമായി ദേവാദിദേവനായ വിരാട് പുരുഷ സ്വരൂപമായി, വിരാട് പുരുഷൻ ഇതെല്ലാം കൂടിയതാണ് വിരാട രൂപം. പക്ഷേ ഇതിൽ ഏത് വന്നിട്ടില്ല, നമ്മളെ ഇതിൻ്റെ അപ്പുറം വേറെ മേരുപർവ്വതത്തെയും കൂടി ചുറ്റുന്നുണ്ട്. അത് കൂടിയാകുമ്പോഴേ വിരാട രൂപമാകുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ വിരാട രൂപ സ്വരൂപമായി ഇരിക്കുന്ന ഈ തരത്തിലിരിക്കുന്ന വിഷ്ണുവിനെ, ദേവന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനിക്കണം. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണെന്ന് ഇങ്ങനെ സന്ധ്യാസമയം ഇരുന്നിട്ട് ഈ പറഞ്ഞ ഈ ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രപഞ്ചഘടന, ഏതുവരെയുള്ള പ്രപഞ്ചഘടന, ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം കാണാം, സൂര്യനും അതിനെ ചുറ്റുനിന്ന ഗ്രഹങ്ങളും, ഭൂമിയും ഭൂമിക്ക് ചുറ്റുന്ന ചന്ദ്രനെയും കാണാം,
അത് ധ്രുവ നക്ഷത്രത്തിന് ചുറ്റും ചുറ്റുന്ന കാണാം. അതെല്ലാം കൂടിയിട്ട് ഭാവനയിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അപ്പുറത്ത് വേറെ മേരുപർവ്വതത്തിന് കൂടി ഇതെല്ലാം കൂടിയിട്ട് പിന്നെ മേരുപർവ്വതത്തെ ചുറ്റുന്നുണ്ട്. അത് വേറെ കാര്യം. ഇത്രയെങ്കിലും പ്രപഞ്ചഘടന നമുക്ക് മനസ്സിലാവും. ഇത് വൈകുന്നേരം ഇരുന്നിട്ട് ഇതിനെ ഭാവനയിൽ കാണാൻ ശ്രമിക്കുക. ശാസ്ത്രലോകം പോലും കാണാത്തത്, ശാസ്ത്രലോകത്തിന് പോലും ചിന്തിക്കാൻ പറ്റാത്ത പ്രപഞ്ചഘടനയാണ് ഇവിടെ വിവരിച്ച് തരുന്നത്. ലോകം അന്തം വിട്ടുവോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ? വേദങ്ങളിലൂടെ ലോകത്തോട് ഇതെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ ഭാരതത്തിൽ എവിടെ നിൽക്കുമായിരുന്നു? ലോകം പോലും ഞെട്ടിപ്പോ. ഇതെല്ലാം എങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്നു വിൽക്കും. വേദങ്ങളില് ഈ പ്രപഞ്ചഘടന ഇത്രയും എവിടെ മേരുപർവ്വതത്തിൽ തുടങ്ങിയിട്ട് 7 ലോകങ്ങളുടെയും ഘടനയാണ് ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത്. ഇത് നമുക്ക് ശാസ്ത്രലോകത്തിന് പോലെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ആണോ ഇതെങ്ങനെ കണ്ടെത്തും? അന്തം വിട്ട് നിൽക്കും. കാരണം ഇതെല്ലാം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എന്ത് ഉപകരണം വെച്ചിട്ടാണ് കണ്ടെത്തുന്നത്? ഇവർ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇവരുടെ ആ ഉയർന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ സന്ധ്യാസമയത്ത് ഇരുന്നിട്ട് ദിവസവും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ശാസ്ത്രലോകത്തിന് പോലും ഈ പറഞ്ഞ രീതി ശരിയാണോ എന്ന് നോക്കണ്ടെങ്കിൽ നമ്മള് മറ്റുള്ള മതങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് സൂര്യൻ പരന്നതാണ്, അടച്ചു പരത്തി വെച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭൂമിയും എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു, സൂര്യ ധ്രുവനെ ചുറ്റുന്നു, ധ്രുവന്റെ അപ്പുറം ഒരു മരുത്തുക്കളുണ്ട്. അങ്ങനെ 47 മരുത്തുക്കളുണ്ട്. 47 മരുത്തുക്കൾ ഇങ്ങനെ 7 ലോകമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഒന്ന് മറ്റേതിൻ്റെ ചുറ്റും സൂര്യൻ അതിൻ്റെ കൂടി മേരുപർവ്വതത്തിൻ്റെ ചുറ്റും ചുറ്റുന്നു. മേരുപർവ്വതത്തിൽ ഇന്ന വൃക്ഷമുണ്ട്. അതിൻ്റെ ഇടക്ക് ഓരോ 49 മരുത്തുക്കളിലുള്ള വൃക്ഷങ്ങളെയും അതിലുള്ള മലകളെയും അതിലുള്ള നദികളെയും എല്ലാം വിവരിച്ച് തരുവാന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നാവുന്ന സന്ധ്യയ്ക്ക് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ ശാസ്ത്രലോകം എവിടെ നിൽക്കുന്നു? ലോകം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അന്ത്യക്ക് ഇത് ശരിയാണ് എങ്ങനെ നിഷേധിക്കുന്ന? ഇത്രയും വിസ്തരിച്ച് കണക്ക് വെച്ച് പറഞ്ഞു തന്നിരിക്കുകയാണ്. പിന്നെ ഇനി നിഷേധിക്കേണ്ടി എന്ത് വേണം? അതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് ശരിയാണോ നോക്കണേ. എവിടെ നടക്കുന്ന കാര്യമാണ്? നടക്കും. മനുഷ്യൻ പുരോഗമിച്ച് മന്വന്തരങ്ങൾ കഴിയും. ഓരോ അവസാനം എത്തുമ്പോൾ ഏറ്റവും അധികം മനുഷ്യൻ പുരോഗമിക്കുന്ന സ്റ്റേജിൽ അവരിതെല്ലാം കണ്ടെത്തും. നമ്മൾ ശിശുക്കളാണ് ഈ ജ്ഞാനത്തിൻ്റെ മുന്നിൽ. വേദങ്ങൾ പറയുന്ന പ്രപഞ്ചഘടനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ശിശുക്കളാണ്. ഒരു ചുക്ക് നോക്കിയാൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്തരത്തിലുള്ള വിവരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞ വേദം. വേദം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ വരികൾക്കൊന്നും അർത്ഥമൊന്നുമില്ല. അതിങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ നട്ടെല്ലിലൂടെ എന്തോ ഒന്നങ്ങ് കയറും. എന്നിട്ട് അങ്ങ് ബ്രഹ്മസാക്ഷാത്കാരം അങ്ങെത്തും. ഇത് ഉരുവിട്ടാലൊന്നും ഒരു ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ല. തുണി അടക്കം കളഞ്ഞ് ഫാമിലിയത്തെ കടഞ്ഞിട്ട് ബ്രഹ്മത്തിലേക്ക് പോയി ജയിച്ചിട്ടൊന്നുമില്ല ഈ ചൊല്ലുന്നവരാരും തന്നെ. ഇതാണ് പറയുന്നത്, അരുവിട്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടും. എന്ത് ബ്രഹ്മസാക്ഷാത്കാരം? എത്ര കാലമായി ഉരുവിടുന്ന അർത്ഥം മനസ്സിലാക്കി പോയില്ല. ഇത് അർത്ഥം മനസ്സിലാക്കി പോയിരുന്നെങ്കിൽ ലോകത്തോട് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇതെല്ലാം ശാസ്ത്രലോകം ഇന്ന് ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ അന്തം വിട്ട് അവിടെ ഒരു ചെറിയ സാധനം ഉണ്ട് ആകാശത്തിൽ, അതിപ്പം കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രപഞ്ചത്തിന്റെ ഘടന മുഴുവൻ 7 ലോകങ്ങളുടെയും മറ്റുള്ളവർക്കൊന്നും ഒട്ടും മനസ്സിലായിട്ടില്ല. 7 ഉണ്ടെന്ന് എവിടെന്നോ ഇവിടെ കേട്ടിട്ടുണ്ട്. വേദങ്ങളിലാണ് 7 ലോകങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ശരി, ആ 7 ലോകമുണ്ട്. അവരും വെച്ച് കാച്ചുന്നുണ്ട് 7 ലോകമെന്ന്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെ അടിച്ച് പരത്തി വെച്ചിരിക്കുക, ഇങ്ങനെ അട്ടി വെച്ചിരിക്കുകയാണെന്നാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പാല് എന്നെല്ലാം പണ്ട് പാലിന്റെ രൂപത്തിലാണ് നദികളെ കണ്ടത്. അതുകൊണ്ട് ഈ 7 ലോകങ്ങളിൽ ചിലതിലെല്ലാം ഒഴുകുന്നത് പാലിന്റെ രൂപത്തിൽ, തേനിന്റെ രൂപത്തിൽ, കള്ളിന്റെ രൂപത്തിൽ എന്നെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് പാല് രൂപത്തിൽ അങ്ങനെ സങ്കല്പിക്കാൻ ഒരു രൂപം പറഞ്ഞു തന്നുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ പാലിന്റെ രൂപത്തിൽ കാണും. ആ നദികൾ നിങ്ങൾ ഗവേഷണത്തിലൂടെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന തേനിന്റെ രൂപത്തിലും മദ്യത്തിന്റെ രൂപത്തിലും എല്ലാം ആയിരിക്കും. നിറാത് മാതിരിയായിരിക്കും. അതും കേട്ടുകൊണ്ട് അവിടെ സ്വർഗത്തില് എന്തുണ്ട്? നദികളുണ്ട്. ഒന്നിലൂട്ട പാലൊഴുകും, ഒന്നിലൂട്ട തേനൊഴുകും, ഒന്നിലൂട്ട മദ്യം ഒഴുകും. പിന്നെ സുന്ദരികൾ എന്നല്ല അവിടെ കഥാപാത്രങ്ങളായിട്ട് പറഞ്ഞാൽ അവിടെ ഭയങ്കര സുന്ദരികളും. ഇങ്ങനെയെല്ലാം എല്ലാം വേദത്തിൽ അടിച്ചിട്ട് മതങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ മതങ്ങളും
അത് ഏതെങ്കിലും ഒരു മതത്തിൽ പറയണ്ട, എല്ലാത്തിലും ഉള്ളത് ദേവതകളെല്ലാം പിടിച്ച് ഈശ്വരനാക്കി. എന്നിട്ട് 33 കോടി ഈശ്വരന്മാർ. എന്താ ഈശ്വരൻ, എന്താണ് ദേവതകൾ എന്ന് മനസ്സിലായിട്ടില്ല. പ്രപഞ്ചത്തിലുള്ള കല്ലും മണ്ണും എല്ലാം ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ബ്രഹ്മം. അതും മറ്റവർ പറയുന്നത് എവിടെ നിന്ന് കിട്ടിയിട്ടാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന്, ഈ വേദത്തിൽ നിന്ന് തന്നെയാണ്. അത് ഉപനിഷത്തെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്, ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് പിടികിട്ടിയിട്ടില്ല. പക്ഷെ ആരെല്ലോ ചിന്തിച്ചിട്ട് അപ്പൊ ഈശ്വരൻ ഒന്ന്, അപ്പൊ അതിന്റെ പേരിലൊരു മതം വന്നു, ഈശ്വരൻ ഒന്നാണ്, അത് അതാണ്. യഥാർത്ഥത്തെ വേദം തന്നെയാണ് പറഞ്ഞത്, അതാണ് ഈശ്വരൻ. ബാക്കി ദൈവങ്ങളെ പിടിച്ചിട്ട് ദേവത എന്ന് പറയുന്നതിനെല്ലാം പിടിച്ചിട്ട് ഈശ്വരനാക്കി കഴിഞ്ഞാല് 33 കോടി ഈശ്വരന്മാരായി. അത് പ്രപഞ്ചമായി മാറുമ്പോഴുള്ള എല്ലാറ്റിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. കല്ലായാലും മണ്ണായാലും നാമായാലും എല്ലാം ദേവതകളാണ്, അത് ഈശ്വരനല്ല. അതെല്ലാം അതിൽ നിന്നുണ്ടായ സാധനങ്ങളാണ്. അതില് ബലങ്ങൾ, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്, എനർജി, വൈദ്യുതി എല്ലാം ദേവതകൾ തന്നെയാണ്. ബലങ്ങൾ എല്ലാ തരം, അങ്ങനെ നമ്മളെ നിയന്ത്രിക്കുന്ന പല ശക്തി വിഷയ ബലങ്ങളുണ്ട്. പ്രേമം, കാമം എന്നെല്ലാം പറയുന്നത് ദേവതകളാണ്. കഥയിലാകുമ്പോ കാമത്തെ മറ്റേ മന്മഥനോ എന്തോ എല്ലായിട്ട് ചിത്രീകരിക്കും, അത്രയേ ഉള്ളൂ. ചില ഫലങ്ങൾ നമ്മൾക്ക് ദോഷം, മനസ്സിന് ദോഷം ചെയ്യുന്നതിന് യക്ഷി, വിചാരി എന്നെല്ലാം പറഞ്ഞപ്പോൾ കഥയിൽ വരുമ്പോൾ ഓരോ രൂപത്തിൽ അങ്ങ് അവതരിപ്പിച്ചു. അതിനെല്ലാം എടുത്ത് അതേമാതിരി ആളുണ്ട് എന്നും പറഞ്ഞ് കഥാപാത്രങ്ങളെ എടുത്തു നടന്നു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇത് 9 പറയുന്നു, 3 സന്ധ്യാനേരവും ഈ പൂർവോക്തമായ ഈ മന്ത്രങ്ങളെല്ലാം, ഇവിടെ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ജപിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ജപിക്കുമ്പോൾ ഇരുന്ന് ചിന്തിക്കണം. അങ്ങനെ ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കണം. നമ്മൾ ലോകം ഏറ്റവും അധികം അറിയാൻ ആഗ്രഹിക്കുന്ന, അവർക്ക് ചിന്തിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ, അതെങ്ങനെയാണ് ഉള്ളത്, അതിനെയാണ് പറഞ്ഞു തന്നത്. ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം, അതിന് രൂപവുമില്ല, ഭാവവുമില്ല, അതിന് ഈശ്വരനാണ്. അതിനെ നമുക്ക് രൂപത്തിലൊന്നും കാണാനും പറ്റില്ല, അത് ഈശ്വരനാണെന്ന് പറഞ്ഞു തന്നു. ഉണ്ടാകുന്ന വഴികളെല്ലാം വിവരിച്ചു തന്നു. പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന എങ്ങനെയാണ്, ഇതിൻ്റെ അപ്പുറം എന്താണ്, ഇപ്പുറം എന്താണെന്നുള്ള ചിന്തക്കുള്ളൊരു ഉത്തരമാണ് 3 നേരം ഇത് ഇരുന്നിട്ട് ചിന്തിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ പ്രപഞ്ചഘടന എത്രയോ അധ്യായങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ട് ആ മന്ത്രങ്ങൾ നിങ്ങൾ 3 നേരം ജപിക്കുന്നവരുടെ പാപമെല്ലാം അകലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കും. അതാണ് ഏറ്റവും വലിയ ജ്ഞാനം നേടുക എന്ന് പറയുന്നത് തന്നെ പാപം അകലുന്നതിന് സമാനമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ആദി ദൈവിക ആ സ്വരൂപത്തെ, ഈ സ്വരൂപത്തെ, പ്രപഞ്ചഘടനയെ 3 നേരത്തും 3 കാലയളവിൽ, അല്ലെങ്കിൽ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം എന്തോ ആകട്ടെ, ഏത് കാലത്തിലും ജപിക്കുന്നവന് അതിനെപ്പറ്റി ജപിക്കുകയോ നമസ്കരിക്കുകയോ എന്തോ ചെയ്യുന്ന ആ ഭഗവാന്റെ ആ രൂപത്തെ നമ്മൾ ജപിക്കുകയോ ധ്യാനിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്നന്ന് ചെയ്യുന്ന എല്ലാ പാപവും മാറിക്കിട്ടുമെന്ന് പറയുകയാണ്. എന്തുകൊണ്ട്? പാപം മാറുക എന്ന് പറഞ്ഞാൽ അവൻ അത്രയും വലിയ ബുദ്ധിമാനായി മാറുകയാണ്. ബുദ്ധിമാനായി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? പ്രയാസങ്ങളൊന്നുമില്ല. അവനൊരു കാര്യം മനസ്സിലാക്കും, നമ്മളെല്ലാം കൊണ്ടുപോകുന്ന ശക്തി വിശേഷമാണ്. പിന്നെ നമ്മളെന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്? അതെന്താണോ ഉദ്ദേശിച്ചത് അതുമാതിരി അങ്ങനെ കൊണ്ടുപോകും. നമ്മളൊരു നാടകത്തിലെ പോലെ ജീവിതം അഭിനയിച്ചാൽ മതി, അഭിനയിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചു കൊടുത്താൽ മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പാപവുമില്ല, പുണ്യമില്ല, ഒന്നുമില്ല. അവൻ വരെ മനസ്സ് കാമാണ്. ചിലപ്പോൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇതെല്ലാം ചിന്തിച്ച് അടക്കുന്ന വെച്ചാൽ ചിലപ്പോൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് കുടുംബത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇതിലൊന്നും ഒരർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബ്രഹ്മത്തിൻ്റെ പിന്നാലെ പോയെന്നും വരാം.